ഹലോ. അപ്പം ഞാൻ വീണ്ടും വീണ്ടും ഇത് ചിരട്ടയായിട്ട് വന്നേക്കുവാണ് കേട്ടോ. അപ്പോൾ ഈ ചിരട്ടയെന്ന് പറയുമ്പോൾ അത്യാവശ്യം വലിയ ചിരട്ടയാണ്. അപ്പം അതിന് മുന്നേ ഞാൻ ദേ ഈ ഒരു മാസ്ക് വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കമൻസൊക്കെ എനിക്ക് നേരത്തെ വരുന്നുണ്ടായിരുന്നു കേട്ടോ, ഈ മാസ്ക് വയ്ക്കണം, സേഫ്റ്റി ഫസ്റ്റ് ആണെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും അത് വെക്കുന്നത് നല്ലതാണല്ലോ, നമുക്ക് പൊടി അടിക്കാതിരിക്കുമല്ലോ. അങ്ങനെ ഞാൻ വിചാരിച്ചു ഒരു മാസ്കും കൂടി ആയിക്കോട്ടെ എന്ന്. അങ്ങനെ ദേ ഈ കാണിച്ച ഈ രണ്ട് ചിരട്ടകളും ദേ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ, ചേർത്ത് വെച്ച് ഒട്ടിക്കുന്നുണ്ട്. പൊടിയും കൂടെ ഇട്ട് വേണം ഒട്ടിക്കാൻ. അപ്പോൾ ഇത് പൊടിക്കളിയാണല്ലോ, അതുകൊണ്ട് പൊടി ഉള്ളതുകൊണ്ട് നമ്മൾ ഈ മാസ്ക് വെക്കുന്നത് ആരെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കും ഇത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് കണ്ടോ, നമുക്ക് ഒരു മുറി ചിരച്ചേ ഒരു തേങ്ങയുടെ ചിരട്ടയൊന്നും കിട്ടത്തില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് നല്ല ഗ്യാപ്പുകളും ഒട്ടകളും ഒക്കെ വരും. അപ്പം നമ്മൾ ഈ ഗ്യാപ്പ് അടയ്ക്കാനായിട്ട് ഇതുപോലത്തെ കുറച്ച് പീസുകൾ നമ്മളങ്ങ് അതിലോട്ട് കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് കിട്ടും. നമ്മൾ നേരത്തെ വെട്ടിയെടുത്തതിൻ്റെയൊക്കെ കുറച്ച് ബാക്കി പീസുകൾ തേച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഗ്യാപ്പ് അടയ്ക്കാൻ മാത്രമല്ല, ഇത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് ഇത് അങ്ങോട്ട് വരുമ്പോൾ വീഡിയോയുടെ ലാസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും, ലാസ്റ്റല്ല ഒരു മധ്യഭാഗത്തോട്ട് വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. പിന്നെ സാൻഡ് പേപ്പറിന് പിടിക്കാൻ നോക്കിയപ്പോൾ ഒട്ടുക്കത്തെ കട്ടിയായിരുന്നു കേട്ടോ ഇതിൻ്റെ ആ ഒരു തൊലിക്ക്. പിന്നെ കത്തിക്ക് നല്ല രീതിക്ക് അങ്ങ് ചെത്തി 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 അങ്ങ് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ മെനക്കെട്ടിരുന്ന് ചെത്തിയതാണ് കേട്ടോ. ഇതിപ്പോൾ ചെത്തിയതല്ല, സാൻഡ് പേപ്പറിന് പിടിച്ചതുമാണ്. എൻ്റെ ആ ഗ്യാപ്പ് ഒട്ടിച്ചതാണ് കേട്ടോ ഞാനിപ്പോൾ കറക്കി കറക്കി ഇങ്ങനെ കാണിച്ചിരുന്നത്. ഇനി ഞാൻ കുറച്ച് പൊടി ഇങ്ങനെ സേഫായിട്ട് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതെടുത്തിട്ട് ഇതാ ഊട്ടകളെല്ലാം കൂടി അങ്ങോട്ട് നിറച്ച് നിറച്ച് അടയ്ക്കുവാണ്. നിറച്ചടയ്ക്കുവാണെന്ന് പറഞ്ഞാൽ ഈ പകുതിയോളം പൊടി അങ്ങ് ഉള്ളിലാണ് പോയത് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഏകദേശം ഇതിൻ്റെ മുക്കാൽ പൊടിയും ഇതിൻ്റെ ഉള്ളിലായിരിക്കും കാണുന്നത്, കാരണം ഈ ഊട്ടയെ കൂടെ എല്ലാം അകത്ത് പോയി. എന്തായാലും ബാക്കി പൊടിയൊക്കെ ഞാൻ തട്ടി 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 ഇതിലോട്ടിട്ട് നല്ലതുപോലെ അങ്ങ് തേച്ച് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പൊടിയിടൽ ചടങ്ങ് എന്ന് പറയുന്നത് വലിയ വലിയൊരു പരിപാടിയാണ്. നല്ലതുപോലെ തേച്ച് വൃത്തിയാക്കി എടുക്കുകയും വേണം. ഇതിങ്ങനെ മുഴച്ചിരിക്കും കേട്ടോ. കണ്ടോ, ഇത് നല്ലതുപോലെ നമുക്കൊന്ന് തേച്ച് 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 വൃത്തിയാക്കാനുണ്ടേ. അപ്പം അതവിടെ ഇരിക്കട്ടെ. ഇതിൻ്റെ ഈ കാണിക്കുന്നുണ്ടോ, ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ, പകുതിയോളം കട്ട് ചെയ്ത് വെച്ചതാണേ. അപ്പം ഇങ്ങനെ ഒരു പീസ് ഞാൻ വെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ പകുതി മുക്കാലോളം വെട്ടി വെച്ചിരിക്കുന്നത് കൊണ്ട് അതാണ് പെട്ടെന്ന് ഇളകി വന്നു കേട്ടോ. അപ്പോൾ ഇത് നല്ല 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 പരിപാടിയാണ്, ഇച്ചിരി പാടാണ് കേട്ടോ, ഇതല്ല പാട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഞാൻ ഈ വരച്ചു കൊടുത്തിരിക്കുന്നത് ഇതാണ് കേട്ടോ. അതിൻ്റെ ഈ ഒരു കോർണർ ഭാഗങ്ങളുണ്ട്, ഈ അറ്റം, ഈ രണ്ട് സൈഡും നമുക്ക് വെട്ടി ഇങ്ങനെ ഒരു ഡയമണ്ട് ഷേപ്പൊന്നും അല്ല, അങ്ങനെ ഒരു ഷേപ്പാണ് കേട്ടോ. കണ്ടോ, ഇതുപോലെ അതും കൂടെ ഒന്ന് കട്ട് ചെയ്തങ്ങ് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കട്ട് ചെയ്ത് എങ്ങനെ ഒടിച്ച് മാറ്റുമ്പം കിട്ടും. സത്യത്തിൽ എനിക്ക് നല്ല തൊണ്ടവേദനയാണ് കേട്ടോ, റെക്കോർഡ് ചെയ്യാനായിട്ട് നല്ല രീതിക്ക് തൊണ്ടവേദനിക്കുന്നു. അപ്പോൾ എന്തായാലും ദാണ്ട ഇങ്ങനെ കുറേ പീസുകൾ, ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച 5-6 പീസുകളല്ല, ഒരു 10-12 ഒക്കെ വരുമെന്ന് തോന്നുന്നു പീസുകൾ വെട്ടിയെടുക്കുന്നുണ്ടോ. പിന്നെ തേച്ച് നല്ലതുപോലെ ഫിനിഷാക്കി എടുത്തിട്ട് ഇനി ഒരു പരിപാടിയുണ്ട് മക്കളെ. ഈ വരയ്ക്കുന്ന പരിപാടിയല്ല, ഈ വരച്ചതിന് ശേഷം വെട്ടുന്ന പരിപാടിയാണ്. അത് ഒടുക്കത്ത പാടാണ്. അപ്പോൾ ഈ വരച്ചു കൊടുക്കുന്നത് എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ലീഫുകളും അതിൻ്റെ ആ ഒരു ലീഫ് ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. തുരുതുരാ ഞെരിഞ്ഞിരാ ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്. ഇതിപ്പോൾ വരയ്ക്കുമ്പോൾ ഞെരിഞ്ഞിരാ വരയ്ക്കാം, പക്ഷേ ഇത് നമ്മൾ കട്ട് ചെയ്യുന്ന ടൈമിൽ ഞെരിഞ്ഞിരാ കട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. നമുക്കത് കട്ട് ചെയ്യുമ്പോഴത്തേക്കും കുറേയൊക്കെ അങ്ങ് എന്തുകൊണ്ട് തേഞ്ഞ് പോകുമല്ലോ. പിന്നെ ഒട്ടുക്കത്തെ പാടുമാണ് കേട്ടോ അത് കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. ആരെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ പാടാണ്, എന്നാലും നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ നിങ്ങൾക്ക് എങ്ങനെ കാണിക്കാതിരിക്കുന്നത്. അതുകൊണ്ട് ഞാനിങ്ങനെ കാണിക്കുവാണ് കേട്ടോ. എൻ്റെ ഒരു സന്തോഷം നിങ്ങളുടെ ഒരു സന്തോഷം, നിങ്ങളെല്ലാവരും ആണല്ലോ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നുര കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതുപോലെ അടുത്ത് പോയോ എന്നൊരു ഡൗട്ട് ഉണ്ടല്ലോ, അപ്പോൾ അടുത്തോട്ട് നമുക്ക് ശരിയാക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്ത് അങ്ങ് എടുക്കണം കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ കുറേ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഈ ഒരു ലുക്കിലൊക്കെയാണ് കിട്ടുന്നത്. സത്യത്തിൽ ഇതിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു പണ്ട് നമ്മൾ ഈ കയ്യിലൊക്കെ ഒരു പുല്ലിങ്ങനെ പറിച്ച് വയ്ക്കുമായിരുന്നല്ലോ, ഇങ്ങനെ നമ്മൾ ടാറ്റു അടിക്കുന്ന പോലെ അടയാളം, അതുപോലെയാണ് കേട്ടോ എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയായിരുന്നു? അപ്പോൾ സംഗതി ഇത് അതല്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറച്ച് കട്ട് പീസുകൾ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഈ ഒരു മധ്യഭാഗത്ത് കാണാമെന്ന്, ആ മധ്യഭാഗമാണ് ഈ മധ്യഭാഗം. നമ്മൾ ആ ഒരു ഇലയുടെ തണ്ടായിട്ടാണ് കേട്ടോ അത് ഒട്ടിച്ചിട്ട് തേച്ച് വൃത്തിയാക്കുന്നത്. ഇനി അടുത്ത് നമ്മുടെ ഒരു ട്രിക്കാണ് കേട്ടോ. ട്രിക്ക് നമ്മളിത് ഇങ്ങനെ ഈ ഒരു റൗണ്ട് വരച്ചു കൊടുക്കാനായിട്ട്, നമ്മുടെ ഈ ചിരട്ടയുടെയൊക്കെ ലെവൽ ചെയ്യാനും അതുപോലെ നമുക്ക് എന്തെങ്കിലും വെട്ടിയെടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിത് ഇങ്ങനെയാണ് കേട്ടോ കറക്കി വിട്ട് കൊടുക്കുന്നത്. ഗണ്ടോ ഇതെനിക്ക് അണ്ണനാണ് കേട്ടോ പറഞ്ഞു തന്നത്. ഇങ്ങനെ ഒന്ന് വെച്ച് നമ്മൾ കറക്കി എടുക്കുമ്പോഴത്തേക്കും കറക്റ്റ് അളവിൽ കിട്ടും. ഇനി അത് വെട്ടി ഇത് കണക്ക് കുറച്ച് പീസുകളാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പീസുകൾ നമുക്ക് വേണം കേട്ടോ. അപ്പോൾ ഈ പീസിൻ്റെ ആ ഒരു പുറത്തുള്ള ഭാഗം, ആ ഒരു ഇതും കൂടെ ഉണ്ടല്ലോ, അതും കൂടെ നമ്മൾ നല്ല വൃത്തിയായിട്ടങ്ങ് ചുരണ്ടി തേച്ച് വൃത്തിയാക്കി ഫിനിഷ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ വെട്ടിയെടുത്ത ഈ ഒരു 4 പീസുകൾ ഇങ്ങനെ, 4 പീസല്ല കേട്ടോ, ഇനിയും പീസുകളുണ്ട്, ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് നല്ലതുപോലെ പശ ഒഴിച്ചിട്ട് നമ്മളൊന്ന് പൊടിയൊക്കെ ഇട്ട് സെറ്റ് ചെയ്തെടുക്കണം. ഇത് നമ്മൾ ഒട്ടിക്കുമ്പോൾ നല്ല പ്രസ് ചെയ്ത് പിടിക്കണം കേട്ടോ. അപ്പോൾ ഇത് എന്നെക്കൊണ്ട് വലുതായിട്ട് പ്രസ് ചെയ്യാൻ പറ്റത്തില്ല, ഇത് അണ്ണനാണ് എനിക്ക് പ്രസ് ചെയ്ത് ഒട്ടിച്ച് തന്നത്.
എടുക്കുന്നത് കേട്ടോ. അണ്ണൻ എൻ്റെ ഒരു സൈഡിൽ തന്നെ ഇരുന്ന് വർക്ക് ചെയ്യുന്നുണ്ടേ. അണ്ണനാണ് കേട്ടോ കൂടുതൽ ഇലകളൊക്കെ എനിക്ക് വെട്ടിത്തന്നത്. പക്ഷേ അണ്ണന് ക്യാമറയിൽ നിന്ന് വരാനൊന്നും വലിയ മൂടില്ല, നീ തന്നെ അങ്ങ് പിടിച്ചോ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ്. അപ്പോൾ അതേ കണ്ടേ, നമ്മൾ ഈ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ഈ പീസുകളാണ് കേട്ടോ നമ്മളിത് ഇങ്ങനെ ഒരു മരത്തിൻ്റെ ഷേപ്പിലേക്ക് ആക്കി എടുക്കുന്നത് കേട്ടോ. എന്നിട്ട് അത് നല്ലതുപോലെ തേച്ച് വൃത്തിയാക്കി കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് അത്രയ്ക്കൊന്നും ഉരുട്ടിയെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഒക്കുന്നത് പോലെ ഉരുട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ കുറച്ച് ചതുര പീസുകൾ, ഒരു 4 പീസുകൾ നമ്മൾ വെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇങ്ങനെ ഒരു ഹോളും കൂടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഈർക്കിലാണ് നമ്മൾ വെച്ച് ഒട്ടിക്കുന്നത്. ഇപ്പോൾ കാര്യം മനസ്സിലായി കാണുമല്ലോ ഏകദേശം. ആ ഒരു ജനലിൻ്റെയൊക്കെ ഒരു വിൻഡോയുടെ ഒരു ഇതാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. കണ്ടോ, ഇതുപോലെ നമ്മൾ ഒട്ടിച്ച് ഫിനിഷ് ചെയ്തങ്ങ് എടുക്കുന്നുണ്ട് കേട്ടോ. ഒട്ടിച്ചിട്ട് പിന്നെ ഞാനും അണ്ണനും കൂടി അണ്ണൻ പയ്യങ്ങ് വന്ന് കേട്ടോ. കാരണം ഇത് ഒട്ടിക്കണമെങ്കിൽ എനിക്ക് അണ്ണൻ്റെ സഹായമില്ലാതെ അല്ലെങ്കിൽ അണ്ണനെ ഫ്രെയിമിക്കറ്റാതെ പറ്റത്തില്ല. അപ്പം നമ്മുടെ കൊട്ടാരം നമ്മളിത് ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം 4 സൈഡിലുമുള്ള ആ ഒരു ചിരട്ട പീസുകളുണ്ടല്ലോ, അത് നമ്മളിത് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഒട്ടിക്കുന്നത് നല്ല പാടായിരുന്നു. കാരണം ഇത് നമ്മൾ ഒട്ടിച്ചെടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു പുറമല്ല ഈ കോർണർ സൈഡ് ഉണ്ടല്ലോ, അവിടെയൊക്കെ നല്ല ഗ്യാപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒരു പരുവത്തിനൊക്കെ ഒട്ടിച്ചിട്ട് പൊടിയൊക്കെ നമ്മൾ ആവശ്യത്തിന് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ വീട് എനിക്ക് തേച്ച് ഫിനിഷ് ചെയ്ത് തന്നത് എൻ്റെ അണ്ണനാണ് കേട്ടോ. എന്നെ കൊണ്ട് ഇത് പറ്റുമെന്ന് തോന്നുന്നില്ല, നല്ല പരിപ്പണി ഉണ്ടായിരുന്നു. അത് നല്ലപോലെ തേച്ച് ഫിനിഷ് ചെയ്ത് തന്നേ. പിന്നെ ഇതുപോലത്തെ ഒരു ചിരട്ട എടുത്തിട്ട് എൻ്റെ വട്ടം ഒന്ന് ലെവൽ ചെയ്തെടുക്കണം കേട്ടോ. നല്ലതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കണം. അത് അത്യാവശ്യം കുഞ്ഞ് ചിരട്ടയാണ് കേട്ടോ. അത്യാവശ്യം കുഞ്ഞ് ചിരട്ട നോക്കിയാണ് എടുത്തിരിക്കുന്നത്. അത് ലെവൽ ചെയ്തെടുത്തിട്ട് എൻ്റെ തോലും ഒന്നും കളയണ്ട. അത് നമ്മൾ എടുത്തിട്ട് തന്നെ നമ്മുടെ വീടും കൂടി നമ്മൾ തേച്ച് നല്ല സെറ്റ് ആക്കിയിട്ട് ഇത് എങ്ങനെയൊന്ന് എൻ്റെ മേൽക്കൂരയായിട്ട് വെച്ച് നോക്കുവാണ് കേട്ടോ. സംഗതി അത് തന്നെയാണ്. അപ്പോഴേക്കും നമ്മുടെ ആ നേരത്തെ ഒട്ടിച്ചെടുത്ത 2 ചിരട്ടകളില്ലേ, അതിൻ്റെ അടിയിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാനായിട്ട് ഒരു റിങ്ങൊക്കെ വെട്ടിയാണ് സെറ്റ് ചെയ്ത് ഒട്ടിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. തേച്ചും വൃത്തിയാക്കി എടുത്ത്. ഇനി നമ്മളുടെ ആ ഒരു ഒട്ടിപ്പ് പരിപാടിയാണ്. ഹോമം വേണം, ഇതാണ് ഇപ്പോൾ കണ്ടത്. അപ്പോൾ പൊടി വാരി ഇങ്ങനെ എറിഞ്ഞത് കണ്ടാ. അപ്പം നമ്മളിത് ഈ പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഓരോ ഓലകളായിട്ടും ഇങ്ങനെ ഒട്ടിക്കുവാണ് കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞപ്പോഴാണല്ലേ നിങ്ങൾക്ക് ഇത് ഓലയിടണം തോന്നിയത്. എനിക്കറിയാം, അങ്ങനെ തോന്നുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഓലകളെല്ലാം വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് ഫിനിഷ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒട്ടിച്ച് കൊടുക്കുമ്പോഴത്തേക്കും കറക്റ്റ് അവർ ഇതിൽ നിർത്താനും കൊച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, അണ്ണൻ്റെ കരങ്ങളിലെല്ലാം സുരക്ഷിതമാണല്ലോ. അപ്പോഴേ ഇതുപോലെ ഒട്ടിച്ച് ഫിനിഷ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആ ഒരു നമ്മുടെ വീടുണ്ടല്ലോ, അതിൻ്റെ ഒരു മേൽക്കൂരയും കൂടിയൊക്കെ ഒന്ന് പൊടിയൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി നമ്മളിത് ഇനിയും നമ്മുടെ ഈ ഒട്ടിച്ചെടുത്ത ഒരു ഇതില്ലേ, ആ തെങ്ങിൻ്റെയൊക്കെ ഒരു സൈഡിലായിട്ട് നമ്മൾ അങ്ങോട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. ഫിറ്റ് ചെയ്തല്ല, ഒട്ടിച്ച് കൊടുക്കുവാണ് കണ്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് പപ്പയായിട്ടാ വീഡിയോ കോൾ വിളിച്ചത്. അങ്ങനെ പപ്പയ്ക്ക് അത് കാണിച്ചു കൊടുത്തതാണ് കേട്ടോ. തേങ്ങ ഇല്ലാതെ എന്ത് തെങ്ങല്ലേ. ഈ കയ്യിലിരുന്ന് ആടിക്കളിക്കുന്ന എന്താണെന്ന് മനസ്സിലായോ? നമ്മുടെ തേക്കിൻ്റെ കുരുവാണ്. തേക്കുണ്ടല്ലോ, ഈ തേക്കിൽ നിന്ന് നമ്മളിങ്ങനെ ഉണങ്ങി വീഴുന്ന അതിൻ്റെ ഒരു കായയില്ലേ, കായ, അതാണ് കേട്ടോ. നമുക്കിങ്ങനെ ഈ ഉണങ്ങിക്കിടന്ന കായ പോയി പറിക്കൊണ്ട് വന്നതാണേ. അത് പറിക്കൊണ്ട് വന്നിട്ട് ഇത് നമുക്കൊരു ചിരട്ട പീസിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ തുര അങ്ങ് ഒട്ടിച്ചെടുത്ത് കേട്ടോ. അപ്പോൾ ഒരു തേങ്ങാക്കൊല പോലെയൊക്കെ തോന്നുന്നില്ലേ? എന്നിട്ട് നമ്മളിത് അതിൻ്റെ ആ ഒരു മുകളിലിട്ട് ആ ഒരു തേങ്ങ എവിടെയൊക്കെയാണോ വരുന്നത് അവിടെയൊക്കെ ഇങ്ങോട്ട് ഒട്ടിച്ച് കൊടുത്തു കേട്ടോ. ഒട്ടിച്ച് കൊടുത്തിട്ട് ഫൈനലായിട്ട് നമ്മളിത് ആ ഒരു വാർണിഷും കൂടി അങ്ങ് അടിച്ചട്ടിപ്പൊളിയാക്കി എടുക്കുവാണ് കേട്ടോ. അപ്പോൾ അതേ ആ വാർണിഷും കൂടിയൊക്കെ അങ്ങ് അടിച്ച് ഫിനിഷ് ചെയ്തെടുത്തപ്പോൾ നല്ല അടിപൊളിയായില്ലേ? അപ്പോൾ അത് നമ്മുടെ ആ ഒരു കുട്ടി വീടെന്ന് പറയാം കേട്ടോ. പിന്നെ നമ്മുടെ ആ തെങ്ങും അതിലെ ആ തേങ്ങയും കൂടെ ആയപ്പം എന്താ ഭംഗിയല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ. അപ്പോൾ ടാറ്റാ.